ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം നമ്മൾ ഭഗവാന്റെ മഹാകൃപ കൊണ്ട് പഠിച്ചു വരുന്നു. ഇന്നലെ നമ്മൾ ശ്ലോകം 13 വരെ നോക്കി. ശ്ലോകം 14 മുതലാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സൂത ഗോസ്വാമിയോട് ശൗനകാദി ഋഷികൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശബ്ദം ഇത്തിരി കൂട്ടി പറയണം. സോറി, ശബ്ദം കേൾക്കുന്നില്ല ആർക്കും? ശബ്ദം ഇത്തിരി കൂടെ കൂട്ടി പറയണം. ഹരേ കൃഷ്ണ. ഞാൻ എൻ്റെ മാക്സിമം ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. ഓക്കെ. ചിലപ്പോൾ മൈക്ക് ഒന്ന് എക്സിറ്റ് ചെയ്ത് വീണ്ടും എൻ്റർ ചെയ്ത് നോക്കൂ. ചിലപ്പോൾ വല്ല ടെക്നിക്കൽ ഇഷ്യൂസ് ആയിരിക്കും. അത് ചെയ്യുന്നു, ട്രൈ ചെയ്യൂ കേട്ടോ. ഹരേ കൃഷ്ണ. ചോദ്യങ്ങൾ 6 ചോദ്യങ്ങൾ ചോദിക്കുന്നു. 6 ചോദ്യങ്ങളിലെ 3 ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു. ചോദ്യം 1, എന്താണ് എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ള കാര്യം? പരമസത്യം എന്താണ്? അതേപോലെ തന്നെ എല്ലാവർക്കും ശ്രേയസ്കരമായിട്ടുള്ള കാര്യം എന്താണ്? അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരം എന്താണ്? എല്ലാവർക്കും ഗുണകരമാവുന്ന ആ സാരം എന്താണ് എന്നാണ്, സാരാംശം എന്താണെന്ന് ചോദിക്കുന്നു. മൂന്നാമത്തെ ചോദ്യമായിരുന്നു, എന്തിനാണ് ഭഗവാൻ, പരമജീവോത്തമ പുരുഷൻ ഭഗവാൻ, ദേവകിയുടെയും വസുദേവരുടെയും മകനായിട്ട് ജനിക്കുന്നത് അല്ലെങ്കിൽ അവതരിക്കുന്നത്? ഇതാണ് 3 ചോദ്യങ്ങൾ നമ്മൾ കണ്ടത്. ഇനിയുള്ള 3 ചോദ്യങ്ങളും വരുന്നുണ്ട്. ഇനി 13ാമത്തെ ശ്ലോകത്തിൽ ഈ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം സൂത ഗോസ്വാമിയോട് ശൗനകാദി ഋഷികൾ പറയുന്നു, ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഭഗവാനെക്കുറിച്ച് കേൾക്കുവാൻ വേണ്ടി, അല്ലേ? എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം, എല്ലാവരുടെയും ഈ മഹാസാഗരത്തിൽ നിന്ന് കരകയറാനുള്ള ഒരേ ഒരു മാർഗം ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ഹരികഥയാണ്, ശ്രീമദ് ഭാഗവതമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ഭഗവാനെക്കുറിച്ച് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് അവർ പറഞ്ഞു. അതാണ് നമ്മൾ ഇന്നലെ അവസാനം ചർച്ച ചെയ്ത വിഷയം, ആ ശ്രവണത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്. ഇനി 14ാമത്തെ ശ്ലോകത്തിൽ എന്ത് പറയും നോക്കാം. ആപന്ന സംസൃതിം ഘോരാം യന്നാമ വിവശോ ഗൃണൻ തഥാ സദ്യോ വിമുച്യേത യദ്ബിഭേതി സ്വയം ഭയം. ഗീതാഭായ് മാതാജി ഉണ്ടോ? ഗീതാഭായ് മാതാജി. കൃഷ്ണ പ്രഭു. ശ്ലോകം ഓം വായിക്കൂ. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 14. ആപന്ന സംസൃതിം ഘോരാം യന്നാമ വിവശോ ഗൃണൻ തദസദ്യോ വിമുച്യേത യദ്ബിഭേതി സ്വയം ഭയം. ഹരേ കൃഷ്ണ. താങ്ക് യു. പത്മിനി മാതാജി ഉണ്ടോ? പത്മിനി. ഹരേ കൃഷ്ണ. കുമാരി ശൈലജ മാതാജി. മീന കുമാരി മാതാജി. രത്ന മാതാജിയുടെ പുസ്തകം ഉണ്ടെങ്കിൽ വിവർത്തനം വായിക്കൂ. വായിക്കാം പ്രഭു, വായിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജനന മരണങ്ങളുടെ സങ്കീർണമായ കെണികളിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവജാലങ്ങൾക്ക് ഭയത്തിന്റെ മൂർത്തിഭാവത്താൽ ഭയപ്പെടുന്ന കൃഷ്ണന്റെ പുണ്യനാമം അബോധാവസ്ഥയിൽ പോലും ജപിച്ചാൽ ഉടനടി മോചനം ലഭിക്കും. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ആപന്ന
സംസൃതിം ഘോരാം. അതായത് സംസൃതിം എന്ന് പറയുന്നത് ഈ ഭവമഹാസാഗരത്തിൽ, ഭൗതിക ലോകത്തിലെ ജനനവും മരണവും ആ ചക്രത്തിൽ പെട്ട് ഇരിക്കുകയാണ് നമ്മളെല്ലാവരും. ആപ്പന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പെട്ടിരിക്കുന്നു. അതിൽ നമ്മൾ ആകെ കുടുങ്ങിയിരിക്കുന്ന അവസ്ഥ, അതാണ് ആപ്പന്ന. സംസൃതിം, ഈ ജന്മ ജരാവ്യാധി മരണം, ഇതിൽ നമ്മൾ പെട്ടിരിക്കുന്ന, കുടുങ്ങിയിരിക്കുന്ന, വളരെ ഘോരം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഘോരമായിട്ടുള്ളത്, അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഇവിടെ പറയുന്നത്. എത്ര വലിയ ഘോരമായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ പോലും ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമുണ്ട്. എന്താണ് പറയുന്നത്? യത് നാമ വിവശഃ ഗൃണൻ തഥാ സദ്യ വിമുച്ഛേത യത് വിവേതി സ്വയം ഭയം. ഇവിടെ പറയുന്നു, നാമം ഭഗവാന്റെ തിരുനാമത്തിലൂടെ, ഭഗവാന്റെ തിരുനാമം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ, വേണമെന്ന് വിചാരിച്ചിട്ടോ വേണമെന്ന് വിചാരിക്കാതെയോ, എങ്ങനെയെങ്കിലും, എങ്ങനെയാണോ എന്നുള്ളത് അവിടെ വിഷയം പറയുന്നില്ല. ശ്രദ്ധയില്ലാതെ പോലും നമ്മൾ ഭഗവാന്റെ നാമം ഉരുവിടുവാണെങ്കിൽ, ഭഗവാന്റെ നാമം ജപിക്കുവാണെങ്കിൽ എന്താണ് പറയുന്നത്? ഈ പറയുന്ന എല്ലാ ഘോരമായിട്ടുള്ള ഭൗതിക ലോകത്തിലെ ഈ പിടിയിൽ നിന്ന്, ഊരാക്കുടുക്കാണ് ശരിക്കും ഇത്. ഭവമഹാസാഗരം എന്ന് പറഞ്ഞാൽ ഊരാക്കുടുക്ക് തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ആ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുന്നു. നാമം അറിയാതെ ചൊല്ലിയാൽ പോലും, അല്ലെങ്കിൽ നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ടല്ലാതെ, കോൺഷ്യസ്നെസ്സോട് കൂടിയിട്ടല്ലാതെ ചൊല്ലിയാൽ പോലും അത്രമാത്രം ശക്തിയുണ്ട് എന്ന് പറയുന്നു. കാര്യം നാമത്തിനെ വെല്ലാൻ ഒന്നുമില്ല. നാമം പോലെ വേറെ ഒരു മരുന്ന് വേറെയില്ല, വേറൊരു സൊല്യൂഷൻ ഇല്ല. ഹരിനാമമാണ് എല്ലാം. എല്ലാ ശാസ്ത്രങ്ങളിലെ സാരം ഹരിനാമമാണ്. നമ്മളിതെല്ലാം ചെയ്യുന്നത് ശ്രവണം, കീർത്തനം. നമ്മളിപ്പോൾ ഭാഗവതം പഠിക്കുന്നു, അതേപോലെ തന്നെ ഭഗവത്ഗീത പഠിക്കുന്നുണ്ടാവും, കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, ഭഗവാന്റെ സേവനങ്ങൾ, ശ്രീമൂർത്തി വിഗ്രഹ ആരാധന ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അവസാനം, അല്ലെങ്കിൽ നാമമാണ് ഇതിൻ്റെ കേന്ദ്രമായിട്ടുള്ള കാര്യം. നാമം ആണ് ഈ കലിയുഗത്തിലെ ധർമ്മവും. അപ്പോൾ നാമം നല്ല രീതിയിൽ ചൊല്ലുവാൻ വേണ്ടി, നാമം ചൊല്ലുക എന്ന് പറയുന്നത് ജപമാവാം, കീർത്തനമാവാം. ശരിക്കും ആ ഒരു ഭാവത്തോടു കൂടി, ആ ഒരു ബോധത്തോടു കൂടി നമ്മൾ നാമം ചൊല്ലുക അല്ലെങ്കിൽ കീർത്തനം ചെയ്യുക, ആ കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു പരോധർമ്മം ചെയ്യുവാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് മറ്റുള്ളതെല്ലാം. ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ അതാണ് ശ്രവണം വളരെ അത്യാവശ്യമാണ് കീർത്തനത്തിനെന്ന് പറയുന്നത്. ശ്രവണം ഉണ്ടെങ്കിലേ കീർത്തനം ശരിയാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആരെക്കുറിച്ച് കീർത്തനം ചെയ്യുന്നു, ആരുടെ നാമമാണ് ചൊല്ലുന്നത് എന്ന് ഒരു ധാരണയുണ്ടാവില്ല. ആരുടെയെങ്കിലും നാമം ചൊല്ലിക്കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ശ്രവണം, ഭഗവാന്റെ മഹാത്മ്യത്തെക്കുറിച്ച്, ഹരിനാമത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്, ഭഗവാന്റെ ലീലകളെക്കുറിച്ച്, ഇതെല്ലാം നമ്മൾ നിരന്തരം കേൾക്കുമ്പോഴാണ് നാമത്തിനോടുള്ള ആസക്തി നമ്മുടെ കൂടുന്നത്. നാമത്തിൽ നിന്ന് വരുന്ന നാമത്തിൻ്റെ ശക്തി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ശ്രവണവും കീർത്തനം ഒരുമിച്ച് പോകേണ്ട സംഭവമാണ്. അതുകൊണ്ട് ചിലവർ പറയും നാമം മാത്രം മതി, എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങനെ വർക്കാവില്ല. നാമം മാത്രം വർക്കാവില്ല. ശ്രവണമില്ലെങ്കിൽ നാമം വർക്കാവില്ല. കാരണം ധാരണയില്ലെങ്കിലോ കാര്യങ്ങളെക്കുറിച്ച്. പിന്നെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് കൽമഷങ്ങൾ, ഒരുപാട് അനർത്ഥങ്ങളുണ്ട്, ജന്മജന്മാന്തരങ്ങളായിട്ട്. ഇവിടെ പറയുന്ന പോലെ ഘോരമായിട്ടുള്ള ആ ഭൗതിക ലോകമാവുന്ന ഊരാക്കുടുക്ക്, മഹാസാഗരത്തിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള കാര്യമല്ല. എത്ര ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മളിവിടെ ഇരിക്കുന്നു. അതിനൊരു കണക്ക് പറയാൻ സാധിക്കില്ല. എത്ര ജന്മജന്മാന്തരങ്ങളാണെന്നറിയില്ല. ചിലപ്പോൾ ഒരു കണക്ക് പറയുമ്പോൾ പറയും, ഈ ബ്രഹ്മാവ്, വേറൊരു കണക്ക് പറയുമ്പോൾ ഈ ബ്രഹ്മാവ് ആയുസ് ഇപ്പോൾ ഏകദേശം പറയുന്നു. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന ബ്രഹ്മാണ്ടത്തിലെ ബ്രഹ്മാവ് പറയുന്നു, കണക്കനുസരിച്ച് ഏകദേശം അദ്ദേഹത്തിൻ്റെ 50 വയസ്സ് കഴിഞ്ഞു. അതായത് പകുതി ആയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആയുസ്. ബ്രഹ്മാവിൻ്റെ ആയുസിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. 311 ട്രില്യൺ 40 ബില്യൺ വർഷങ്ങളാണ്. അതിന് എത്ര പൂജയുണ്ടെന്ന് മാത്രം ചോദിക്കരുത്, കുറേയുണ്ട്.
കോടാനു കോടി വർഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആയുസ്. അപ്പോൾ അത് ഏകദേശം പകുതിയായെന്ന് പറയുന്നു. നമുക്കറിയാം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സൃഷ്ടി നടക്കുന്ന സമയത്ത് ഈ ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ബ്രഹ്മാണ്ടത്തിൻ്റെ ആയുസ്സും ബ്രഹ്മാവിൻ്റെ ആയുസ്സും ഒന്നാണ് അല്ലേ. ബ്രഹ്മാവ് എത്ര കാലം ഉണ്ടാവും? 100 വർഷം ജീവിക്കും. അത്രമാത്രമാണ് ആ സമയം വരെ ഈ ബ്രഹ്മാണ്ടം ഉണ്ടാവും. അതിനുശേഷം മഹാവിഷ്ണുവിൻ്റെ അകത്തോട്ട് പോകും. ഇങ്ങനെയാണ് സൃഷ്ടി നടക്കുന്നത് അല്ലേ. അപ്പോൾ മഹാവിഷ്ണു, ഭഗവാൻ വിഷ്ണു ശ്വാസം പുറത്തു വിടുമ്പോഴാണ് ബ്രഹ്മാണ്ടങ്ങൾ, കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ പുറത്തു വരുന്നത്. അതേ സമയത്ത് അദ്ദേഹം തിരിച്ച് ശ്വാസം വലിക്കുമ്പോഴാണ് എല്ലാം അകത്തോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ശ്വാസം വിടുന്നതും ഒരു ശ്വാസം വലിക്കുന്നതും തമ്മിലുള്ള ആ ഒരു ദൈർഘ്യം നോക്കിക്കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഒരു ആയുസ് മുഴുവനും ഉണ്ട്. ഇപ്പോൾ 100 വർഷങ്ങൾ ബ്രഹ്മാവിൻ്റെ 100 വർഷങ്ങൾ ജീവിക്കുന്നു. അതാണ് 311 ട്രില്യൺ വർഷങ്ങളെന്ന് പറയുന്നത്, 40 ബില്യൺ. അപ്പോൾ ആ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറയാം നമ്മളെപ്പോൾ ഈ ലോകത്ത് വന്നു എന്നുള്ളതിന് കണക്കില്ല. അതിനും ഈ ബ്രഹ്മാവിൻ്റെ കൂടെ മാത്രമായിരിക്കില്ല നമ്മൾ ഇരുന്നിട്ടുണ്ടാവുക. ഇതിനു മുമ്പുള്ള വേറെ പല ബ്രഹ്മാണ്ടത്തിലും വേറെ പല ബ്രഹ്മാവിൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ടാവും. എന്നാലും ഒരു ചെറിയൊരു കണക്ക് പറയാൻ വേണ്ടി നമ്മൾ പറയുന്ന പോലെ ഭഗവാൻ കൃഷ്ണൻ 5000 വർഷം മുമ്പ് അവതരിച്ചു എന്ന് പറയും. മഹാപ്രഭു 500 വർഷം മുമ്പ് അവതരിച്ചു. അപ്പം അധികം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എണ്ണമായതുകൊണ്ടാണ് പറയുന്നത് അല്ലേ. ഭാഗവതം 5000 വർഷം മുമ്പ് വ്യാസദേവന് ഇങ്ങനെ കമ്പൈൽ ചെയ്തു എന്ന് നമ്മൾ പറയും. ആക്ച്വലി ഭാഗവതം ശാശ്വതമായിട്ടുള്ളതാണ്. 5000 വർഷം മുമ്പ് മാത്രമല്ല ഭാഗവതം വന്നിട്ടുള്ളൂ. ഭാഗവതം അതിനു മുമ്പും ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു കണക്ക് എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പറയും 5000 വർഷം മുമ്പ്, കലിയുഗത്തിന് മുമ്പായി ദ്വാപരയുഗം കഴിയുന്നതോട് കൂടിയിട്ടാണ് വ്യാസദേവൻ എഴുതി തരുന്നത് എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. അതേപോലെ ഒരു കണക്ക് നോക്കുവാണെങ്കിൽ ബ്രഹ്മാവിൻ്റെ ഈ ഒരു ബ്രഹ്മാവിന്, നമ്മളിരിക്കുന്ന ബ്രഹ്മാണ്ടത്തിലെ ബ്രഹ്മാവിൻ്റെ ആയുസ് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ അദ്ദേഹം വന്ന കൂട്ടത്തിൽ നമ്മൾ വന്നെന്ന് വയ്ക്കുക. പക്ഷേ അത് ചെറിയൊരു കണക്കാണ്, ഇതിനും വലിയ കണക്കാണ് ശരിക്കും. എന്നാൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്ന് വന്നു ഇവിടെ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ഈ ഭൗതിക ലോകത്തിൽ എന്ന് നമ്മൾ വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഘോരമാണെന്ന്. മഹാകുരുക്കാണ്. ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ലല്ലോ, ഇന്നും നമ്മളിവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അതിനർത്ഥം നമ്മൾ രക്ഷപ്പെടാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എളുപ്പമല്ല രക്ഷപ്പെടാൻ. അങ്ങനെയുള്ളൊരു മഹാസാഗരത്തിൽ നമ്മൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഹരിനാമം. ഹരിനാമത്തിന് സാധിക്കാത്തതായിട്ടുള്ള ഒന്നുമില്ല. ഹരിനാമം പോലെ ശക്തി വേറെ ഒന്നിനുമില്ല. നാമവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല അല്ലേ. കലികാലേ നാമരൂപേ കൃഷ്ണാവതാർ. കലികാലത്തിൽ ഭഗവാൻ അവതരിക്കുന്നു നാമമായിട്ട്. ശ്രീമദ് ഭാഗവതവും കലിയുഗത്തിലെ ഒരു അവതാരമാണ്. അത് ശാസ്ത്ര രൂപത്തിലുള്ള അവതാരം, നാമരൂപത്തിലുള്ള അവതാരമാണ്. അല്ലെങ്കിൽ നാമമായിട്ടും ഭഗവാൻ അവതരിക്കുന്നു. അപ്പോൾ കലിയുഗത്തിലെ ധർമ്മവും നാമമാണ്. നമുക്കറിയാം കലേർദോഷ നിധേ രാജൻ അസ്തിഹി ഏകോൻ മഹാഗുണ കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. 12ാമത്തെ സ്കന്ധത്തിൽ പറയുന്നു പരീക്ഷിത്ത് മഹാരാജാവിനോട്, അവസാനം സ്കന്ധം ഭാഗവതം കഴിയാറായി. ആ സമയത്തും പരീക്ഷിത്ത് മഹാരാജാവിനോട് പറയുന്നുണ്ട് ശുകദേവ ഗോസ്വാമി. അതിനു മുമ്പും പലതവണ പറഞ്ഞിട്ടുണ്ട്, അവസാനം എത്തുമ്പോഴും പറയുന്നുണ്ട് കലേർ ദോഷ നിധേ രാജൻ. ഈ കലിയുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാസാഗരം പോലെയാണ്. എന്ത് മഹാസാഗരം? ദോഷങ്ങളുടെ. കലേർ ദോഷ നിധേ രാജൻ അസ്തിഹി ഏകോൻ മഹാഗുണ. എന്നാൽ ഇവിടെ ഒരു മഹാഗുണമുണ്ട് ഈ കലികാലത്തിൽ. എന്താണ്? കീർത്തനാദേവ കൃഷ്ണസ്യ. ഭഗവാൻ കൃഷ്ണൻ്റെ നാമം ആരാണോ ഉച്ചരിക്കുന്നത്, ആരാണോ ഭഗവാന്റെ നാമം ചൊല്ലുന്നത്, ആരാണോ കീർത്തനം ചൊല്ലുന്നത്, ഭഗവാന്റെ നാമം നാമത്തിൻ്റെ കീർത്തനം ചെയ്യുന്നത്, മുക്തസംഗാപരം വ്രജേത്, അവർക്ക് മുക്തി. അല്ലെങ്കിൽ മുക്തി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഭൗതിക ലോകമാകുന്ന മഹാസാഗരം താണ്ടി ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനുള്ള ശക്തി ഉണ്ട് ഹരിനാമത്തിന് പറയുന്നു. ഭാഗവതം അവസാനിക്കുന്നത് എങ്ങനെയാണ്? കൺക്ലൂഷൻ എങ്ങനെയാണ്? നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രനാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. അവിടെയും പറയുന്നു നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രനാശനം. എല്ലാ പാപങ്ങളെയും എടുത്ത് മാറ്റാൻ, അല്ലെങ്കിൽ എടുത്ത് തുടച്ചു കളയല്ല, വേരോടുകൂടി പറിച്ചു കളയാനുള്ള ശക്തിയുണ്ട് ഹരിനാമത്തിന് എന്ന്
ഭാഗവതം അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നാമത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയാനില്ല ഈ ശ്ലോകത്തിൽ. ഇത് ആദ്യത്തെ പ്രഥമ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായത്തിലെ ശ്ലോകമാണ്. ഇവിടെ തന്നെ പറയുന്നുണ്ട് നാമത്തിൻ്റെ മഹാത്മ്യം. ഇനി അവസാനം വരെ ഭാഗവതത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് പറയുന്നുണ്ട് ഹരിനാമത്തിൻ്റെ മഹാത്മ്യം. മധുരം മധുരേപ്യോപി മംഗളേപ്യോപി മംഗളം പാവനം പാവനേപ്യോപി ഹരേർ നാമയവേ കേവലം. നീലകണ്ഠ ഗോസ്വാമി അദ്ദേഹത്തിൻ്റെ ഒരു വൈഷ്ണവ അദ്ദേഹത്തിൻ്റെ ഒരു ഗീതത്തിൽ എഴുതുന്നതാണ്. മധുരം മധുരേപ്യോപി, ഹരിനാമം പോലെ മധുരമായിട്ടുള്ള വേറെ ഒന്നുമില്ല, ഹരിനാമത്തെ പോലെ മധുരമായിട്ടുള്ള ഒന്നുമില്ല. പാവനം പാവനേപ്യോപി, അതേപോലെ തന്നെ ഹരിനാമത്തെ പോലെ പാവനമായിട്ടുള്ളത്, അതായത് ശുദ്ധീകരിക്കാൻ ശക്തിയുള്ളത് ഹരിനാമത്തെ പോലെ വേറെ ഒന്നിനുമില്ല. നാമത്തിൻ്റെ മാധുര്യത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കാര്യം ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ സാധിക്കില്ല നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക്. നാമവും കൃഷ്ണനും തമ്മിൽ വ്യത്യാസമില്ല. നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രസവിഗ്രഹ പൂർണ്ണശുദ്ധോ നിത്യമുക്തോ അഭിന്നത്വം നാമനാമിനോ. നാമവും കൃഷ്ണനും തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ നാമം ചൊല്ലുക എന്ന് പറയുമ്പോൾ അവിടെ ഭഗവാനുണ്ട് നാവിൽ. അത് ശരിക്കും ചൊല്ലുന്ന ആൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും, ഭഗവാൻ നാവിൽ ഉള്ളതായിട്ട്. നമ്മളെപ്പോലുള്ള ആളുകൾ ജപിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. കാര്യം നമ്മുടെ മനസ്സ് വേറെ എവിടെയോ, നാമം വേറെ എവിടെയോ. എത്ര ഇതിങ്ങനെ നാമത്തിൽ എന്താ പറയുക, ബീഡ്സ് അല്ലെങ്കിൽ നമ്മൾ ഓരോ മാല ചൊല്ലി പോകുന്നുണ്ടാവും മുന്നോട്ട്. പക്ഷേ വല്ല അത് എങ്ങനെയാണ് ചൊല്ലുന്നത് നമുക്കറിയാം. കഴിയുന്നത് അറിയില്ല, തുടങ്ങുന്നത് അറിയില്ല. ചില സമയത്ത് ഉറങ്ങിപ്പോകുന്നു, കയ്യിൽ നിന്ന് മാല അകത്തോട്ട് ചാൻഡിങ് ബീഡ് ബാഗിനകത്തേക്ക് വീഴുന്നു. പിന്നെ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്നറിയില്ല, ഒന്നും അറിയാത്ത അവസ്ഥയാണ്. അത് നമ്മുടെ മോശമായിട്ടുള്ള അവസ്ഥ, നമ്മുടെ മനസ്സിലുള്ള അനർത്ഥങ്ങളും ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളും ചിന്തകളും ഉള്ളതുകൊണ്ടാണ്. എന്നാൽ നല്ല രീതിയിൽ നാമം ജപിക്കുന്നവർക്ക് ശരിക്കും അത് മനസ്സിലാവാൻ സാധിക്കും, ഭഗവാന്റെ ആ ഒരു പ്രസൻസ്. അതുകൊണ്ടാണ് പറയും മധുരം മധുരേപ്യോപി, ഹരിനാമത്തെ പോലെ മധുരമായിട്ടുള്ള ഒന്നുമില്ല. ഹരിനാമത്തെ പോലെ മധുരമായിട്ട് ഒന്നുമില്ല. അതുപോലെ പാവനം പാവനേഭ്യോ, പാവനം ഇതുപോലെ, അതായത് എത്ര വലിയ പാപികളാവട്ടെ അവരുടെ പാപങ്ങൾ പൂർണ്ണമായിട്ടും വേരോടുകൂടി പറിച്ചു കളയാനുള്ള ശക്തി നാമത്തിനുണ്ട്. നമുക്കറിയാം, നല്ല ഉദാഹരണം അജാമിളൻ്റെ കാര്യം. ഈ ഒരു ശ്ലോകവും അതുമായിട്ട് കണക്ഷനും ഉണ്ട് അല്ലേ. ഇവിടെ പറയുന്നുണ്ട് ശ്രദ്ധയോടുകൂടിയതല്ലാതെ എങ്ങനെയെങ്കിലും ചൊല്ലുന്ന, ഇവിടെ പറയുന്നുണ്ട് വിവശഹ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ശ്ലോകത്തിൽ കാണാം. വിവശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെന്ന് വിചാരിച്ചിട്ടല്ല, അങ്ങനെ നാമം ചൊല്ലി അല്ലെങ്കിൽ നാമം നമ്മൾ കീർത്തനം ചൊല്ലി അങ്ങനെ ആ ഒരു ഭാവത്തോട് കൂടിയിട്ടൊന്നും ആയിരിക്കില്ല, കോൺഷ്യസ്ലി അല്ല ചെയ്യുന്നത്. എന്നാൽ പോലും അതിന് ശക്തിയുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ പോലും അതിൻ്റെ ശക്തിയെ പറയുന്നത് എല്ലാ പാപങ്ങളെയും എടുത്ത് കളയാനുള്ള, വേരോടുകൂടി പറിച്ചു കളയാനുള്ള ശക്തിയുണ്ട്. അപ്പോൾ ശരിക്കും വിചാരിച്ചുകൊണ്ട് ഭാവത്തോടു കൂടി നമ്മൾ ചൊല്ലുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ശക്തി. അജാമിളൻ്റെ കഥ നമുക്കറിയാം. അജാമിളൻ നാരായണ എന്ന് മകനെയാണ് വിളിക്കുന്നത്. പക്ഷെ ആ വിളിയിൽ ഒരു നിസ്സഹായാവസ്ഥയുണ്ടായിരുന്നു. കാര്യം അദ്ദേഹം യമദൂതന്മാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം അദ്ദേഹം ചെയ്യാത്തതായിട്ടുള്ള പാപങ്ങളൊന്നുമില്ല. യമദൂതന്മാർ അവിടെ പറയുന്നു, ചിത്രഗുപ്തൻ, അവിടെ ആചാര്യന്മാർ പറയുന്നുണ്ട് ചിത്രഗുപ്തന് ഇത് എഴുതിയിട്ട്, യമരാജൻ്റെ അസിസ്റ്റൻ്റാണ്, പാപങ്ങൾ എഴുതുന്ന ആളാണ്, എഴുതി നോട്ട് ചെയ്യുന്ന ആളാണ്, സാക്ഷിയാണ് അദ്ദേഹം. അത് എഴുതി അദ്ദേഹത്തിന് മതിയായി, അത്രമാത്രമുണ്ട്. അങ്ങനെയുള്ള ഒരാളായിരുന്നു അജാമിളൻ. പക്ഷെ ഭഗവാന്റെ കൃപ കൊണ്ട് അജാമിളൻ്റെ മകൻ്റെ പേര് നാരായണനായി, നാരായണൻ വന്നു അല്ലേ. അതിൻ്റെ പുറകിലും വേറെ കഥയുണ്ട്. എന്നാൽ അക്കാര്യം അജാമിളൻ ആവുന്നേക്കാൾ മുമ്പ് അദ്ദേഹം നല്ലൊരു ബ്രാഹ്മണ കുടുംബത്തിലെ നല്ലൊരു ഭക്തനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അവസാനം ഗുണകരമായി അതെല്ലാം. വഴി മാറിപ്പോയി, പക്ഷേ തിരിച്ചും അദ്ദേഹം വരുന്നു. ഭഗവാന്റെ മഹാകൃപ അത്രമാത്രം കൃപയാണ്. അതുകൊണ്ടാണ് ഭക്തിയുത സേവനങ്ങൾക്ക് ഒരിക്കലും നാശമില്ല എന്ന് പറയുന്നത്. നേഹാവിക്രമ നാശോസ്തി പ്രത്യവയോന വിദ്യതേ സ്വൽപ്പം അപ്പി യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭഗവത്ഗീത പറയുന്നു, 2-ാമത്തെ അധ്യായം. അപ്പോൾ ഒരു ചെറുതായിട്ട് ഒരു നാമം ചൊല്ലുന്നു വെച്ചാൽ ആ നാമത്തിൻ്റെ ക്രെഡിറ്റ് നമ്മുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു. അത് നഷ്ടമാവുന്നില്ല. അത് ഇന്ന് ഉപയോഗമാവുമോ നാളെ ഉപയോഗമാവുമെന്ന് അറിയില്ല, ഉപയോഗമാവും എന്നെങ്കിലും ഉറപ്പാണ്. നമുക്ക് തന്നെ ഉപയോഗമാവുന്നതാണ്, അതൊരിക്കലും നഷ്ടപ്പെടില്ല.
അജാമിളന് ഉപയോഗമായി പല കാര്യങ്ങളും അല്ലേ. അവസാനം നാരായണൻ എന്ന് അദ്ദേഹം വിളിക്കുമ്പോൾ, മകനെ വിളിക്കുന്ന സമയത്ത് വിഷ്ണുദൂതന്മാർ വരുന്നു. എന്ത് യോഗ്യതയുണ്ടായിട്ടാണ് വിഷ്ണുദൂതന്മാർ വരുന്നത്? അവിടെ പറയുന്നുണ്ട് നമ്മുടെ ആചാര്യന്മാർ, അജാമിളൻ്റെ ആ നാമ അപരാധത്തോട് കൂടിയിട്ടല്ല വിളിക്കുന്നത്. 3 രീതിയിൽ, നാമത്തിന് 3 സ്റ്റേജസ് ഉണ്ട് നാമം ചൊല്ലുന്നതിന്. നാമ അപരാധ സ്റ്റേജ് 1 ആദ്യത്തെ, നാമാഭാസ, ശുദ്ധനാമം, ഇങ്ങനെ 3 പറയുന്നത്. നാമാപരാധ സ്റ്റേജിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. 10 നാമാപരാധങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ. ആ കൂട്ടത്തിൽ ഒന്നുകൂടെയുണ്ട്, അതിൽ വായിക്കുന്ന കൂട്ടത്തിൽ ഒന്നുകൂടെയുണ്ട്, നമ്മളെന്നും വായിക്കുന്ന നാമാപരാധങ്ങളിൽ ഒന്നുകൂടെയുണ്ട്. എന്താണ്? അതായത് ബാക്കി 10 നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും ചിലപ്പോൾ ഒരുപക്ഷെ അവിടെ ശ്രദ്ധയോട് കൂടിയിട്ടല്ല നാമം ചൊല്ലുന്നുണ്ടെങ്കിൽ അതും അപരാധമാണെന്ന് പറയുന്നുണ്ട്. അവിടെ നമ്മൾ ഫെയിലാവും. കാര്യം നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഇല്ല, കൺസിസ്റ്റൻ്റ്ലി ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ശ്രദ്ധ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അപരാധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാതെയും തന്നെ ഒരുപാട് ചെയ്യുന്നുണ്ട്. ആളുകളെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടാവും, അറിഞ്ഞും അറിയാതെയും നമ്മൾ ആളുകളെ കുറ്റം പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരിൽ കുറ്റങ്ങൾ കാണുന്നുണ്ടാവും. അങ്ങനെ പല നാമാപരാധങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നാമാപരാധം എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റേജാണ്. അതിനപ്പുറത്തുള്ള സ്റ്റേജാണ്, കുറച്ചുകൂടെ മുകളിലാണ് നാമാപഹാസം എന്ന് പറയും. അത് ശുദ്ധനാമം എത്തിയിട്ടില്ല, എന്നാൽ നാമാപരാധത്തിൽ നിന്നും പുറത്ത് വന്നിട്ടുണ്ട്. അത് ഏകദേശം പൂർണ്ണമായിട്ടും ശുദ്ധനാമത്തിൽ എത്തുന്നേക്കാൾ മുമ്പുള്ളൊരവസ്ഥയാണ്. ആഭാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപരാധങ്ങളില്ല, അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് പറയാമാണെങ്കിൽ. ശുദ്ധനാമം പിന്നെ എന്താണെന്ന് നമുക്കറിയാം. ശുദ്ധനാമം, പരിശുദ്ധ നാമം. അപ്പോൾ അജാമിളൻ്റെ കേസിൽ പറയുന്നു, അദ്ദേഹം ആ ഭഗവാനെ നാരായണൻ എന്ന് വിളിക്കുന്നത് മകനെയാണെങ്കിൽ പോലും ആ വിളിച്ച സമയത്ത് അദ്ദേഹം നിസ്സഹായാവസ്ഥയിലാണ് വിളിക്കുന്നത്. എങ്ങനെയാണോ ദ്രൗപദി ദേവി വിളിക്കുന്നത്? ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി ഗോവിന്ദ ദാമോദര മാധവേതി. ദ്രൗപദി ദേവി വിളിക്കുന്നത് അങ്ങനെയാണ്, നിസ്സഹായാവസ്ഥയിലാണ്. ആരുമില്ല എന്ന് മനസ്സിലായപ്പോൾ ഗോവിന്ദ ദാമോദര എന്ന് വിളിച്ചു. ഗജേന്ദ്രൻ വിളിക്കുന്നത് എങ്ങനെയാണ്? നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. അവിടെ ദേവതമാരെല്ലാവരും കാത്തിരിക്കുകയാണ്, എന്നെ വിളിക്കും. ഇന്ദ്രനും ചന്ദ്രനും സൂര്യനും മറ്റുള്ള ദേവതമാരൊക്കെ വിചാരിക്കുകയാണ് ഗജേന്ദ്രൻ ഒരുപക്ഷെ എൻ്റെ സഹായം ചോദിക്കും. ആരുടെ സഹായം ചോദിച്ചില്ല. ഗജേന്ദ്രൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അവസാനം നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്നാണ് വിളിക്കുന്നത്. ഗജേന്ദ്രൻ്റെ സ്തുതിയും വളരെ സ്പെഷ്യലാണ്. അദ്ദേഹത്തിൻ്റെ സ്തുതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സ്തുതിയിൽ എവിടെയും പറയുന്നില്ല ഭഗവാന്റെ നാമം പറയുന്നില്ല. പരമാത്മനെ, ഓ ജഗത്പതേ, ഇങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഗൗണനാമത്തിലാണ് അഭിസംബോധന ചെയ്യുന്നത്. ഭഗവാന് മുഖ്യനാമമുണ്ട്, ഗൗണനാമമുണ്ട്. മുഖ്യനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് ഡയറക്റ്റ് ആയിട്ടുള്ള പേരുകൾ, കൃഷ്ണൻ, നാരായണൻ, ഗോവിന്ദൻ എന്നൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ യശോദനന്ദൻ, ഭക്തരുടെ കൂടെ ചേർത്തിട്ടുള്ള പേരാണെങ്കിലും അതും നന്ദനന്ദൻ, ഇതെല്ലാം മുഖ്യനാമം. ഗൗണനാമം എന്ന് പറയുന്നതാണ് പരമാത്മാവ്, ജഗത്പതേ. പിന്നെ അതേപോലെ നമ്മളെന്നും ചൊല്ലുന്ന നമ്മളുടെ മംഗളാചരണത്തിലുള്ള ഒരു നാമമുണ്ട് അതിനകത്ത്. അവിടെ നമ്മൾ ഗൗണനാമവും മുഖ്യനാമവും ചൊല്ലുന്നുണ്ട് അല്ലേ. ഏതാണത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ ഇന്നും ചൊല്ലി മംഗളാചരണത്തിലുണ്ട്. നാരായണം നമസ്കൃത്യം നമ്മളത് ചൊല്ലിയില്ലല്ലോ ഇന്ന്. മംഗളാചരണം നമ്മൾ ചൊല്ലുന്ന ക്ലാസ്സിന് മുമ്പ് ചൊല്ലുന്ന മംഗളാചരണത്തിൽ ഒരു നാമമുണ്ട്. ഹരേ കൃഷ്ണ. മംഗളാരതിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഹരേ കൃഷ്ണ. മംഗളാരതി അല്ല. അത് ശ്ലോകം ചൊല്ലു. കൃപാ സിന്ധു ദീനബന്ധു. അത് ഏതാണ്? കൃപാ സിന്ധു ദീനബന്ധു. മതി. താങ്ക് യു. മതി. ഹേ കൃഷ്ണ, ഹേ കൃഷ്ണ, കൃഷ്ണനെ വിളിച്ചു. ഹേ കൃഷ്ണ. ഓക്കെ, ശ്ലോകം കിട്ടി. ദീനബന്ധോ ജഗൽപദേ. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. ഹേ കൃഷ്ണ. കൃഷ്ണ എന്നുള്ള പേര്
ഡയറക്റ്റ്, അത് മുഖ്യനാമമാണ്. കരുണാസിന്ധു ഗൗണനാമമാണ്. അതേപോലെ കരുണാസിന്ധു, ദീനബന്ധു ഗൗണനാമം, ജഗത്പതി ഗൗണനാമം, പരമാത്മാവ് അതെല്ലാം ഗൗണനാമങ്ങളാണ്. ഗോപേശ അത് മുഖ്യനാമമായി, ഗോപികാകാന്ത അത് മുഖ്യനാമമാണ്, രാധാകാന്ത മുഖ്യനാമമാണ്. അപ്പോൾ അതാണ് ഗൗണനാമവും മുഖ്യനാമവും തമ്മിൽ ഉള്ള വ്യത്യാസം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പ്രൈമറി നെയിംസും സെക്കൻഡറി നെയിംസ് എന്ന് പറയും. അപ്പോൾ ഭഗവാൻ, അപ്പോൾ ഗജേന്ദ്രൻ വിളിക്കുമ്പോൾ ഗജേന്ദ്രൻ ആദ്യം ശ്ലോകങ്ങളിലെല്ലാം ഗൗഡനാമത്തോടു കൂടിയിട്ടാണ് അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത്. അവസാനമാണ് അദ്ദേഹം, അപ്പോഴും നമ്മുടെ ആചാര്യന്മാർ പറയുന്നതാണ്, അപ്പോൾ ഇങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ജഗത്പതേ. കാര്യം ചില ദേവതമാർ വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ എന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. കാര്യം അവരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അവരും ഒരുപാട് ഈ ലോകത്തെ, ഈ ഭൗതിക ലോകത്തിലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവർക്കുണ്ട് അല്ലേ. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, ആചാര്യന്മാർ പറയുന്നത് അവരും പ്രതീക്ഷിച്ചിരുന്നു ചിലപ്പോൾ ഇനിയെങ്ങാനും ഗജേന്ദ്രൻ എന്നെയാണോ വിളിക്കുന്നുണ്ടാവുക, ജഗത്പതയെന്നും ഒക്കെ പറയുന്നുണ്ട്, പരമാത്മനെ എന്നൊക്കെ പറയുന്നുണ്ട്. കാര്യം ചിലപ്പോൾ ചില ദേവതമാരെ കാര്യങ്ങളും പറയുമ്പോഴും അങ്ങനെ പറയും. ബ്രഹ്മാവിനെയൊക്കെ ചിലപ്പോൾ പരമാത്മാവ് അങ്ങനെയൊക്കെ വിളിക്കും. കാര്യം ബ്രഹ്മാവിൻ്റെ പൊസിഷൻ, ഇന്ദ്രൻ്റെ പൊസിഷനൊക്കെ വലിയൊരു പൊസിഷനാണ്. അപ്പോൾ അവരങ്ങനെ വിചാരിച്ചു. പക്ഷെ അവസാനം വരെ പ്രതീക്ഷയോടുകൂടി ഇരുന്നു. പക്ഷേ അവസാനം ഗജേന്ദ്രൻ താമരയെടുത്ത് വിളിക്കുന്നത് നാരായണഖില ഗുരോ എന്നാണ് വിളിക്കുന്നത്. ആ സമയത്ത് നാരായണൻ വരുന്നു. അപ്പോൾ അവിടെ നിസ്സഹായാവസ്ഥയിലാണ് വിളിക്കുന്നത്. ഗജേന്ദ്രനും ഓഫ് കോഴ്സ് നമ്മുടെ ഗജേന്ദ്രൻ്റെ കാര്യം പിന്നെ നാമാഭാസം എന്ന് പോലും പറയാൻ പറ്റില്ല. ഗജേന്ദ്രൻ്റെ ശുദ്ധനാമമാണ് വിളിക്കുന്നത്. ദ്രൗപദി ദേവിയാണെങ്കിലും അജാമിളൻ്റെ കാര്യത്തിൽ, കാര്യം അവർ രണ്ടുപേരും ഭക്തരായിരുന്നു. അജാമിളിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം അജാമിളൻ എങ്ങനെയായിരുന്നു ജീവിതം നയിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളത്. അദ്ദേഹം വിളിക്കുന്ന ആ നാമത്തിലും അപരാധമില്ലാത്തത് കൊണ്ട് ഉടനെ ആര് വന്നു? വിഷ്ണുദൂതന്മാർ വന്നു. അതാണ് പറയുന്നത്. അപ്പോൾ നാമാഭാസത്തിൻ്റെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. വേറൊരു ഉദാഹരണം കൂടെ പുരാണങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ അത് ഓർമ്മ വന്നു. ഒരു മ്ലേച്ഛൻ, വേറെ ജാതിയിലുള്ള മ്ലേച്ഛനായിട്ടുള്ള ഒരു വ്യക്തി, യവനെന്നോ മ്ലേച്ഛനെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഒരിക്കൽ ഇതേപോലെ കാര്യസാധ്യത്തിന് വേണ്ടി, കാലത്ത് നമുക്ക് വരുന്ന ആ പ്രകൃതിയുടെ വിളി ഉണ്ടല്ലോ, അത് സാധിക്കാൻ വേണ്ടി പുറത്ത് പോവാണ്. കുറ്റിക്കാട്ടിനകത്തേക്ക് പോവാണ്. ഒരു പാത്രത്തിൽ വെള്ളവുമായിട്ട് പോകുന്നു. അങ്ങനെ അദ്ദേഹം കുറ്റിക്കാട്ടിലിരുന്ന് കാര്യം സാധിക്കുന്ന സമയത്ത് പറയുന്നു അവിടെ ഒരു കാട്ടുപന്നി വരുന്നു. പന്നിക്ക് ആ വാക്ക് ഉപയോഗിക്കാൻ തന്നെ മടി തോന്നുന്നു. എന്നാലും അതൊരു മൃഗമായതുകൊണ്ട് പറയുന്നു. ആ ജീവിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇദ്ദേഹം കാര്യം സാധിക്കുന്നത് കണ്ട് അദ്ദേഹം ഈ മൃഗം വെയിറ്റ് ചെയ്യുവാണ് ആക്ച്വലി. പക്ഷെ ആ സമയത്ത് വെയിറ്റ് ചെയ്യാനുള്ളൊരു കൺട്രോൾ ഉണ്ടായിരുന്നില്ല ആ ഒരു മൃഗത്തിന്. കാര്യം എന്താണ്, അവിടെ കൺട്രോളില്ല. ആൾക്ക് പെട്ടെന്ന് വേണമെന്നായി. അങ്ങനെ ഓടി വന്ന് ഇദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്നു. എന്ത് സംഭവിക്കുന്നു? അപ്പോൾ ഇദ്ദേഹം പേടിച്ചു. അദ്ദേഹം കാര്യം ഒരുപാട് ശക്തിയുണ്ട് ആ മൃഗത്തിന്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. വേണമെങ്കിൽ അത് നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ കൊമ്പൊക്കെ ഉണ്ട്, ഉപദ്രവിച്ചാൽ നമ്മൾ മരിക്കും. അത്ര ആ ഒരു ഇതാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഇത് വന്ന് ആക്രമിച്ച സമയത്ത് അദ്ദേഹം ഉറക്കെ ഉച്ചത്തിൽ അദ്ദേഹം പറഞ്ഞു, ഹറാം ഹറാം ഹറാം. കാര്യം അവരെ സംബന്ധിച്ച് അവരുടെ ഇതിൽ ഹറാം എന്ന് പറഞ്ഞാൽ തൊടാൻ പാടില്ലാത്തതാണ്. തൊടാൻ പോലും, അല്ലെങ്കിൽ പറയില്ലേ, തൊടാൻ പോലും ആ ഒരു മടിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഹറാം എന്ന് വിളിച്ചു. അപ്പോൾ പുരാണത്തിൽ പറയുന്ന സ്റ്റോറിയാണ് കേട്ടോ, ഇത് വെറുതെ പറയുന്നതല്ല, പുരാണത്തിലുള്ളതാണ്. അപ്പോൾ അവിടെ ഹാറാം എന്ന് വിളിച്ചു. അവരുടെ ഭാഷയിൽ ഹാറാം എന്നുള്ളതിന് തൊടാൻ പാടില്ലാത്തതെന്നാണ്. പക്ഷേ ഹാറാമിൽ റാം എന്നുള്ളത്, രാമ എന്നുള്ള വാക്കുള്ളത് കൊണ്ട്, ഭഗവാന്റെ നാമം ഉള്ളത് കൊണ്ട് അവിടെ ഉടനെ ഭഗവാന്റെ ദൂതന്മാർ വന്നു എന്നാണ് പറയുന്നത്, അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി വൈകുണ്ഠത്തിലേക്ക്. കാര്യം അവിടെയും അദ്ദേഹം വിളിക്കുന്നത് നിസ്സഹായാവസ്ഥയിലാണ്. കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം മരിക്കും എന്ന് മനസ്സിലാവുന്ന സമയത്താണ്
വിളിക്കുന്നത്. ആ വിളിയിലൊരു നിസ്സഹായാവസ്ഥയുണ്ടായിരുന്നു, നാമാഭാസം. അപ്പോൾ അതേപോലെ തന്നെയാണ് അജാമിളിൻ്റെ കാര്യത്തിലും നാരായണ മകനെ വിളിക്കുന്നത്, പക്ഷേ വിഷ്ണുദൂതന്മാർ വരുന്നു. അത്രമാത്രം ശക്തിയുണ്ട് നാമത്തിന്. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അഹോ ദുഃഖം മഹാദുഃഖം ദുഃഖതരം യതഃ കാചാരത്തം വിസ്മൃതം രത്ന ഹരേർനാമ കേവലം. അഹോ ദുഃഖം മഹാദുഃഖം, അതായത് നീലകണ്ഠ ഗോസ്വാമി ആ ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എത്ര ദുഃഖമുണ്ട് കാര്യം, എത്ര ദുഃഖമാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. കാര്യം ഇങ്ങനെയൊക്കെ ആയിട്ടും, നാമത്തിൻ്റെ മഹാത്മ്യം ഇത്രയൊക്കെ ആയിട്ടും ഞാൻ ഈ ഒരു അമൂല്യമായിട്ടുള്ള രത്നത്തെ ഞാൻ മറന്നു. ഈ ഒരു രത്നം, അതായത് നാമം എനിക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അവസ്ഥയാണ് അദ്ദേഹം പറയുന്നത്. നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്താമണിയാണ്, ചിന്താമണി രത്നമാണ്. ചിന്താമണി എന്ന് പറഞ്ഞാൽ ചിന്താമണി കൃഷ്ണ, ചിന്താമണിയാണ്. നാമം അത്രയും ശക്തിയാണ്. ഭഗവാൻ എന്തും സാധിക്കും നാമം കൊണ്ട്. നമ്മൾക്ക് ആർക്കും ഭൗതികമായിട്ടുള്ള ഒന്നും വേണ്ട. പറയുന്നത് നാമത്തിന് അത്രമാത്രം ശക്തിയുണ്ട്. ചിന്താമണി ആയിട്ടുള്ള നാമം കെട്ടിയിട്ടും നീലകണ്ഠ ഗോസ്വാമി പറയുന്നു അഹോ ദുഃഖം മഹാദുഃഖം, എന്നാലും എനിക്കതിൽ വിലയില്ല, അല്ലെങ്കിൽ എനിക്കതിൽ വിശ്വാസമില്ല. അത്രയും പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് എന്ന് അദ്ദേഹം പറയുന്നു. നമ്മുടെ ശിഷ്ടാഷ്ടകത്തിലുണ്ടല്ലോ അതേപോലെ തന്നെ. ശിഷ്ടാഷ്ടകത്തിൽ എന്ത് പറയുന്നു? എനിക്ക് രുചിയില്ല നാമത്തിന്, അല്ലേ? നാംനാം അകാരി ബഹുദ നിജ സർവശക്തി തത്രാർപ്പിത നിയമിത സ്മരണേന കാലഃ ഏതാദൃശി. അവിടെ പറയുന്നു ദുർദൈവം ഇദർശം ഇഹ ജനീന അനുരാഗമില്ല, ദുർദൈവം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നു അഹോ ദുഃഖം മഹാദുഃഖം, ഓ എന്തൊരു കഷ്ടമാണ്, എനിക്ക് നാമത്തിൽ രുചിയില്ല എന്ന് മഹാപ്രഭു പറയുന്നു. പക്ഷെ മഹാപ്രഭുവിന് രുചിയില്ലാഞ്ഞിട്ടല്ല, മഹാപ്രഭുവിന് രുചിയുണ്ട്, നമുക്ക് ആണ് ഇല്ലാത്തത്. നാമം നമ്മുടെ മുമ്പിൽ കെട്ടിയിട്ടും. അപ്പം അത്രമാത്രം ശക്തിയാണ് നാമത്തിനുള്ളത്. ശീലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, വാസുദേവ കൃഷ്ണ ഇതെല്ലാം വാസുദേവൻ അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് പറയുന്നത് പരമദൈവത്വം പുരുഷനാണെന്നുള്ളതും, ഈ പറയുന്ന അസുരന്മാർ രാവണൻ, ഹിരണ്യകശിപു, കംസൻ, ഇവരെല്ലാവരെയും നിഗ്രഹിക്കുന്നത് ആരാണ്? ഭഗവാൻ നേരിട്ടാണ്, അല്ലേ? അപ്പോൾ ഭഗവാന്റെ ശക്തിയെക്കുറിച്ച് പറയുന്നു. എന്നാൽ ആ വാസുദേവൻ, ആ കൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ഒരുപാട് ശക്തി കൊടുത്തിട്ടുണ്ട്. അതാണ് നാം അകാരി ബഹുദ നിജ സർവശക്തി, എല്ലാ ശക്തിയുണ്ട് നാമത്തിൽ. തത്രാർപ്പിത നിയമിത സ്മരണേന കാലം. ഈവൻ നിയമങ്ങളുമില്ല, എപ്പോൾ വേണമെങ്കിൽ ചൊല്ലാം. നാമം, ഹരിനാമത്തിന് നിയമങ്ങളില്ല. ഗായത്രി മന്ത്രങ്ങൾ പോലെയല്ല ഹരിനാമം എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. ഈവൻ പറയുന്നു, നമ്മൾ കാര്യം സാധിക്കാൻ വേണ്ടി ബാത്റൂമിൽ പോകുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്തും നാമം ചൊല്ലുന്നതിന് തെറ്റില്ല. ഹരിനാമം ഒരിക്കലും കണ്ടാമിനേറ്റ് ആവില്ല. കാര്യം ഹരിനാമം പരിശുദ്ധമായിട്ടുള്ളതാണ്. ഹരിനാമത്തെ കണ്ടാമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, മഹാപ്രഭുവിൻ്റെ ഒരു ലീലയിൽ ഗോപാൽ ഗുരു ഗോസ്വാമി എന്ന് പറയുന്ന ഒരു വരിഷ്ഠനായിട്ടുള്ളൊരു ഒരു ഭക്തനുണ്ടായിരുന്നു. മഹാപ്രഭുവിൻ്റെ പരമ്പരയിൽ അല്ലെങ്കിൽ ആ ഒരു ഫോളോവേഴ്സിൽ വരുന്നതാണ്. നമ്മുടെ ഒരു ഗുരു ആചാര്യ പരമ്പരയിൽ വരുന്ന ഒരു മഹാവ്യക്തിയാണ് അദ്ദേഹം, ഗോപാൽ ഗുരു ഗോസ്വാമി. ഗോപാൽ ഗുരു ഗോസ്വാമിയുടെ കുട്ടിക്കാലത്ത് പറയുന്നു, അന്ന് മഹാപ്രഭു ഉള്ള സമയമാണ്. അപ്പോൾ അന്ന് ഗോപാൽ ഗുരു ഗോപാലായിരുന്നു, ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരിക്കൽ നാമത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നാമം ചൊല്ലുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ബാത്റൂമിൽ പോകുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അശുദ്ധമായിട്ടുള്ള സ്ഥലങ്ങൾ, അശുദ്ധിയുള്ള സ്ഥലങ്ങളിൽ, അങ്ങനെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ അത് അപരാധമാവുമെന്ന് വിചാരിച്ചിട്ട് നാവ് പിടിച്ചു വെക്കുകയായിരുന്നു. ഇപ്പോൾ മഹാപ്രഭുവായിട്ടുള്ള കോൺവെർസേഷനിൽ പറയുന്നതാണ്. അപ്പോൾ നാവ് പിടിച്ചു വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാവിൽ എപ്പോഴും നാമം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാത്റൂമിൽ പോകുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും നാമം വരുമ്പോൾ അത് ചൊല്ലാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട്, കാര്യം ഒരു
മോശമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ശുദ്ധമല്ലാത്ത ഒരു കാര്യം, അശുദ്ധിയായിട്ടുള്ളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാമം ആയിക്കഴിഞ്ഞാൽ, പവിത്രമായിട്ടുള്ള നാമം ചൊല്ലിക്കഴിഞ്ഞാൽ അത് അപരാധമാവില്ലേ എന്ന് വിചാരിച്ച് നാവിലാണെങ്കിൽ നാമം വന്നുകൊണ്ടിരിക്കുകയാണ്, നാവ് പിടിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരവസ്ഥയാണ്. അപ്പോൾ ഗോപാൽ അന്ന് കുട്ടിയായിരുന്ന ഗോപാൽ അന്ന് ഒരു കാര്യം പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞു മഹാപ്രഭുവിനോട്, അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇനി നമ്മൾ അങ്ങനെ കാര്യസാധ്യത്തിന് പോകുന്ന സമയത്ത് നമ്മൾ മരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? മരണസമയത്ത് നമ്മുടെ നാവിൽ നാമം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നാമം എപ്പോഴും ചൊല്ലാം എന്ന് അദ്ദേഹത്തിൻ്റെ കുട്ടിയായിരുന്ന ഗോപാൽ മഹാപ്രഭുവിനോട് പറഞ്ഞു. മഹാപ്രഭുവിന് ഒരുപാട് സന്തോഷമായി. മഹാപ്രഭു ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു ഗോപാലിനെ. എന്നിട്ട് പറഞ്ഞു, ഇന്നു മുതൽ നീ ഗോപാൽ ഗുരു എന്നുള്ള പേരിൽ അറിയപ്പെടും എന്നുള്ളത്. പിന്നീട് മഹാപ്രഭുവിന് അനുഗ്രഹം കിട്ടി. അദ്ദേഹം പരിശുദ്ധ ഭക്തനാണ്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചൈതന്യ മഹാപ്രഭു അല്ലെങ്കിൽ ഗോപാൽ ഗുരു ഗോസ്വാമി ആണെങ്കിലും അദ്ദേഹം ഈ ഒരു ലീലയിലൂടെയും നമുക്ക് മനസ്സിലാവും, എവിടെ വെച്ചും ഏത് സമയത്തും നമുക്ക് ചൊല്ലാൻ സാധിക്കും ഹരിനാമം. ഹരിനാമത്തിന് അത്രയും ശക്തിയാണുള്ളത്. ഒന്നും ഈ ലോകത്തുള്ള ഒന്നിനെയും ഒരു സാധനം കൊണ്ടും അതിനെ പവിത്രത കളയാൻ സാധിക്കില്ല. അത്രമാത്രം ശക്തിയാണുള്ളത്. സാങ്കേത്യം പാരിഹാസ്യം വ സ്തോപ്പം ഹേളനമേവ വ വൈകുണ്ഠ നാമഗ്രഹണം അശേഷാഖ ഹരം വിദു. ഇത് 6ാമത്തെ സ്കന്ധത്തിൽ അജാമിള ചരിത്രത്തിൽ വരുന്ന ഒരു ശ്ലോകമാണ്. സാങ്കേത്യം, അതായത് നാമം ചൊല്ലുന്ന രീതികൾ, പരിശുദ്ധ നാമം അല്ലെങ്കിൽ പോലും നമ്മൾ ഈ ശ്ലോകത്തിലും പറഞ്ഞതാണ്. ശുദ്ധനാമത്തെക്കുറിച്ചല്ല, ഈ ശുദ്ധനാമം ചൊല്ലുന്നതിനെക്കുറിച്ച്, ശുദ്ധനാമത്തെക്കുറിച്ചല്ല എടുത്ത് പറയുന്നത് ഈ ശ്ലോകത്തിൽ. അശ്രദ്ധയോടുകൂടി ചൊല്ലുന്ന നാമത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അജാമിളുടെ ചരിത്രത്തിൽ പറയുന്നു, സാങ്കേത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ പേര്, ഇപ്പോൾ നാരായണൻ എന്നുള്ള ഒരാൾ പേരുണ്ടെങ്കിൽ നാരായണ എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ വിളിക്കുന്നത് ഭഗവാൻ അല്ല, ആ വ്യക്തിയെ വിളിക്കുന്നത്. കൃഷ്ണ എന്നുള്ളൊരു പേരുള്ള ഒരാളുണ്ടെങ്കിൽ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ആളെ വിളിക്കുന്നത്. പക്ഷേ അവിടെ നാമമുണ്ട്, അതാണ് സാങ്കേത്യം. അങ്ങനെ വിളിക്കുന്നതാണെങ്കിലും ആരുടെ പേരോ അങ്ങനെ നമ്മൾ നാമം ഉച്ചരിക്കുകയാണെങ്കിലും. പാരിഹാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കുന്ന രീതിയിൽ പറയില്ല. ഈ ഹരേ കൃഷ്ണക്കാർക്ക് വേറെ പണിയൊന്നുമില്ല, അവർ ഇങ്ങനെ നഗരസങ്കീർത്തനം ചെയ്ത് നടക്കും, അല്ലെങ്കിൽ പ്രസാദം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ ഹരേ കൃഷ്ണക്കാർക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർക്കും ഗുണം അവരുടെ ക്രെഡിറ്റിലും കയറുന്നു, നാമം ചൊല്ലിയതിൻ്റെ ക്രെഡിറ്റിൽ. അതാണ് ശക്തി. പാരിഹാസ്യം, പരിഹാസത്തോടു കൂടി ആരെങ്കിലും നാമം ഉച്ചരിക്കുകയാണെങ്കിൽ പോലും. പിന്നെ പറയുന്നത് സ്തോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക്കൽ എൻ്റർടൈൻമെൻറ്റ്. ഇപ്പോൾ കീർത്തനമൊക്കെ ഇന്നത്തെ, ആ കീർത്തനം എന്ന് പറയുമ്പോൾ ശരിക്കും ശുദ്ധനാമം ആയിരിക്കണം നമ്മൾ ചൊല്ലേണ്ടത്, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ആയിരിക്കണം ചൊല്ലേണ്ടത്. പക്ഷേ അത് മ്യൂസിക്കൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടത്. അപ്പോൾ മ്യൂസിക്കൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്താൽ പോലും സ്തോപം, അങ്ങനെ ചെയ്താൽ പോലും അതിനും ശക്തിയുണ്ട്. പിന്നെ പറയുന്നത് ഹേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറഞ്ഞത്? സാങ്കേത്യം, പാരിഹാസ്യം, സ്തോപം, ഹേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ശ്രദ്ധയില്ലാതെ ചൊല്ലുന്ന. ചിലപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ തുമ്മുവാണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ചുമയ്ക്കുകയാണ്. തുമ്മുന്ന സമയത്ത് ഹരേ കൃഷ്ണ, അപ്പം നമ്മൾ ഭഗവാനെ അല്ല വിളിച്ചത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ആ തുമ്മുന്നതിൽ ഹരേ കൃഷ്ണ എന്ന് വിളിച്ചു, പറഞ്ഞു, കൃഷ്ണ എന്നുള്ള നാമം വന്നോടെ അല്ലേ? അതിനും ശക്തിയുണ്ട്. വൈകുണ്ഠ നാമഗ്രഹം അശേഷാഗഹരം വിദു, അത്രമാത്രം ശക്തിയാണെന്ന് പറയുന്നു. ഇത് ആജാമണ്ഡ ചരിത്രത്തിൽ വരുന്ന ശ്ലോകമാണ്. അപ്പോൾ നാമത്തെക്കുറിച്ച് വാക്കുകളില്ല, എത്ര പറഞ്ഞാലും തീരില്ല, അത്രമാത്രം മഹാത്മ്യമാണ് നാമത്തിനുള്ളത്. ഇനി മുകുന്ദമാല സ്തോത്രം എടുത്തു കഴിഞ്ഞാൽ അവിടെ കുലശേഖര ആൾവാറിൻ്റെ മനോഹരമായിട്ടുള്ള മുകുന്ദമാല സ്തോത്രത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് നാമമഹാത്മ്യം. മനോഹരമുള്ള ശ്ലോകമുണ്ട് അവിടെ. അലമലമലമേകാം പ്രാണിനാം പാതകാനാം നിരസന വിഷയേവ കൃഷ്ണ കൃഷ്ണേതി വാണി യതി ഭവതി മുകുന്ദേ ഭക്തിരാനന്ദ സാന്ദ്ര കരതല കലിതാസ മോക്ഷ സാമ്രാജ്യലക്ഷ്മി. അവിടെ പറയുന്നു അലമലമലമേകാം പ്രാണിനാം പാതകാനാം, നാമത്തെക്കുറിച്ചാണ് പറയുന്നത്. നിരസന വിഷയേവ കൃഷ്ണ കൃഷ്ണേതി വാണി, കൃഷ്ണ ഈ ഒരു കൃഷ്ണ എന്നുള്ള നാമം അതിന് ശക്തിയാണ് പറയുന്നത്. എല്ലാ പാപങ്ങളും അലമലമേക പ്രാണിനാം പാതകാനാം, എല്ലാ പാപങ്ങളും
നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ പാപങ്ങളും ഈ ഒരു ജന്മത്തിലല്ല, കഴിഞ്ഞ ജന്മങ്ങളിൽ, അതിനു മുമ്പുള്ള ജന്മങ്ങൾ, എത്ര ജന്മങ്ങൾ വേണ്ടിയെടുത്തോളൂ, അതെല്ലാം ഒരു നിമിഷം കൊണ്ട് കത്തിച്ച് കളയാനുള്ള, ചാമ്പലാക്കി കളയാനുള്ള ശക്തിയുണ്ട് നാമത്തിന് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതാണ് പറയുന്നത്. അപ്പോൾ നാമത്തിൻ്റെ ശക്തി അവിടെ പറയുന്നു. പിന്നെയും വേറെ ശ്ലോകമുണ്ട്, മുകുന്ദമാലയിൽ മനോഹരമായിട്ടുള്ള ശ്ലോകമുണ്ട്. ശത്രു ചെയ്തൈകമന്ത്രം സകല ഉപനിഷത് വാക്യ സംപൂജ്യ മന്ത്രം സംസാരോച്ഛേദമന്ത്രം സമുചിത താമസ സംഗനിര്യാണ മന്ത്രം സർവൈശ്വര്യേകമന്ത്രം വ്യസനഭുജഗ സന്തസ്ത സന്ത്രാണ മന്ത്രം ജിഹ്വേ ശ്രീകൃഷ്ണമന്ത്രം ജപ ജപ സതതം ജന്മസാഫല്യ മന്ത്രം. അതിമനോഹരമായിട്ടുള്ള ശ്ലോകം. ശ്രീ കുലശേഖർ ആർവാർ മുകുന്ദമാലയിൽ പറയുന്നു, ശത്രു ഛേദൈക മന്ത്രം. ഈ ഹരിനാമത്തിൻ്റെ, കൃഷ്ണനാമത്തിൻ്റെ മഹാത്മ്യമാണ് പറയുന്നത്. അതായത് നമ്മുടെ എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. ശത്രുക്കളെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ച് ശത്രുക്കൾ ഉണ്ടാവാൻ പാടില്ല, എല്ലാവരെയും ഒരേപോലെ കാണണം. ഇവിടെ ഉദ്ദേശിക്കുന്ന ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള കാമ, ക്രോധ, മോഹ, ലോഭ, മത, മാത്സര്യ എന്നുള്ള ശത്രുക്കൾ, അനർത്ഥങ്ങൾ. ആ ശത്രുക്കളെയൊക്കെ ഭസ്മമാക്കി കളയാനുള്ള ശക്തിയാണുള്ളത്. ശത്രു ചെയ്തൈക മന്ത്രം സകല ഉപനിഷത്ത് വാക്യ സംപൂജ്യ മന്ത്രം. എന്നാൽ ഈ ഒരു മന്ത്രത്തെക്കുറിച്ച് ഏത് മന്ത്രമാണെന്ന് ഇപ്പോൾ പറയുന്നില്ല. ഒരു മന്ത്രം എന്നേ പറയുന്നുള്ളൂ. എല്ലാ ഉപനിഷത്തുകളിലും എല്ലാ ശാസ്ത്രങ്ങളിലും ഈ മന്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് പറയുന്നത്. സംസാരോച്ഛേദ മന്ത്രം. സംസാരോച്ഛേദ മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ, നമ്മൾ ഭാഗവത്തിലെ ശ്ലോകത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ പറയുന്നുള്ളേ, സംസാര മഹാസാഗരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് നാമത്തിലൂടെ സാധിക്കുന്നു. അതാണ് പറയുന്നത് ഇവിടെയും. സംസാരോച്ഛേദ മന്ത്രം. ഈ സംസാര മഹാസാഗരം, ഈ ഭൗതിക ലോകമാവുന്ന മഹാസാഗരത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭവസാഗരത്തെ നിന്ന് നമ്മളെ വേരോടുകൂടി പറിച്ച് കൊണ്ടുപോകും. അത്രയും ശക്തിയാണ് നാമത്തിനുള്ളത്. പിന്നെ പറയുന്നു, സംസാരോച്ഛേദ മന്ത്രം സമുചിത താമസ സംഘ നിര്യാണ മന്ത്രം. ഈ ഒരു മന്ത്രം എല്ലാ താമസം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിദ്യ, എല്ലാ അവിദ്യയും നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട് ഈ മന്ത്രത്തിന്, ഈ നാമത്തിന് എന്നാണ് പറയുന്നത്. സന്തഷ്ട സന്ത്രാണ മന്ത്രം. അതായത് എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് കിട്ടാനുള്ള ശക്തിയും ഈ മന്ത്രത്തിനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ഒന്ന്, ആദ്യം പറഞ്ഞു, എല്ലാ ശത്രുക്കളെയും, നമ്മുടെ അകത്തുള്ള എല്ലാ ശത്രുക്കളെയും, ശത്രു ചെയ്തൈക മന്ത്രം, എല്ലാ ശത്രുക്കളെയും, അനർത്ഥങ്ങളെയും നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. അതേപോലെ എല്ലാ ഉപനിഷത്തുകളിലും ശാസ്ത്രങ്ങളിലും ഈ മന്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്. 3, നമ്മുടെ അവിദ്യ, അതിനു മുമ്പ് സംസാര മഹാസാഗരം, ഈ ഒരു ഭൗതിക ലോകത്തിലെ മഹാസാഗരത്തിലെ ഈ ഊരാക്കുടുക്കിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഈ മന്ത്രം കൊണ്ട് സാധിക്കും, പൂർണ്ണമായിട്ടും സാധിക്കും. 4, എല്ലാവിധ അവിദ്യകളും മാറ്റിക്കളയുന്നു, പൂർണ്ണമായിട്ടും അന്ധകാരത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്നു. പിന്നെ പറയുന്നു 5, എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് തരുന്നു. സർവൈശ്വര്യേക മന്ത്രം, സർവ ഐശ്വര്യങ്ങളും നമുക്ക് തരുന്നു. പിന്നെ പറയുന്നു വ്യസനഭുജക സന്തഷ്ട സന്ത്രാണ മന്ത്രം. അതായത് ഈ ഒരു ലോകത്തിലെ കാര്യമാണ് വീണ്ടും പറയുന്നത്. നമ്മളെല്ലാവരും ഒരു വിഷമുള്ള പാമ്പാവുന്ന, അല്ലെങ്കിൽ അത്രമാത്രം ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അത്രമാത്രം ക്ലേശങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് നിവാരണം കിട്ടും എന്നാണ് പറയുന്നത്. ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ശത്രു ചെയ്തേക മന്ത്രം, എല്ലാ ശത്രുക്കളെ, അതായത് അനർത്ഥങ്ങളെ മാറ്റുന്നു. 2, എന്താണ് പറയുന്നത്? എല്ലാ ഉപനിഷത്തുകളും ഈ മന്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്. 3, സംസാര ഈ മഹാസാഗരത്തിൽ നിന്ന് നമ്മളെ പൂർണ്ണമായിട്ടും രക്ഷിക്കാനുള്ള ശക്തിയുണ്ട്. 4, എല്ലാ അന്ധകാരത്തെയും മാറ്റി, അവിദ്യകളെയും മാറ്റി നമുക്ക് വിദ്യ അല്ലെങ്കിൽ നോളജ്, വിദ്യ പ്രദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ അവിദ്യയെ കളയുന്നു എന്ന് പറയാം. 5, എല്ലാ ഐശ്വര്യങ്ങളും, സർവ്വ ഐശ്വര്യങ്ങളും നമുക്ക് തരുന്നു. 6,
വ്യസനഭുജക സന്തസ്ത സന്ത്രാണ മന്ത്രം. അതായത് എല്ലാ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ക്ലേശങ്ങൾ, ആദി ഭൗതിക, ആദി ദൈവിക, ആധ്യാത്മിക ക്ലേശങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനുള്ള മാർഗമാണ് ഈ മന്ത്രം. എന്നിട്ടാണ് പറയുന്നത് ഏത് മന്ത്രം എന്ന് കുലശേഖലാൽവാർ. ജിഹ്വേ എന്ന് പറയുന്നത് നാവിനോട് പറയുന്നു. നാവിനോട് പറയാണ്, നാവേ നിനക്ക് ചൊല്ലിക്കൂടെ ഈ മന്ത്രം. ഏത് മന്ത്രം? ജിഹ്വേ ശ്രീകൃഷ്ണ മന്ത്രം. ഈ ശ്രീകൃഷ്ണ മന്ത്രം ഭഗവാൻ കൃഷ്ണൻ്റെ മന്ത്രം ചൊല്ലണം, അല്ലെങ്കിൽ ചൊല്ലിക്കൂടെ, അല്ലെങ്കിൽ ചൊല്ലൂ എന്നാണ് പറയുന്നത്. ജപ സതതം. ഒരു പ്രാവശ്യം 2 പ്രാവശ്യമല്ല, സതതം, എല്ലായ്പ്പോഴും നിരന്തരമായിട്ട് എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കൂ ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ജിഹ്വേ ശ്രീകൃഷ്ണ മന്ത്രം ജപ സതതം ജന്മസാഫല്യ മന്ത്രം. എല്ലാം പറഞ്ഞ് അവസാനം കുലശേഖലാൽവാർ പറയുന്നു, ഇതെല്ലാം പറഞ്ഞു, അത്രയും ശക്തിയാണ് ഈ മന്ത്രത്തിന്, ഹരിനാമത്തിന്, കൃഷ്ണ മന്ത്രത്തിന്, ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്. കൂട്ടത്തിൽ പറഞ്ഞു ജന്മസാഫല്യ മന്ത്രം. ഇതാണ് എല്ലാ ജന്മസാഫല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നമ്മുടെ ജീവിതം പെർഫെക്റ്റായി അല്ലേ? ജന്മസാഫല്യം. അത്രമാത്രം ശക്തിയാണ് ഹരിനാമത്തിനുള്ളത് എന്നാണ് ഇവിടെ കുലശേഖലാൽവാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് മഹാത്മ്യമുണ്ട് നാമത്തിന്. നമുക്ക് എത്ര പറഞ്ഞാലും തീരാൻ സാധിക്കുന്നതല്ല ഹരിനാമത്തിലെ മഹാത്മ്യം. അപ്പോൾ ഹരിനാമം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറ്റണം. ഇതാണ് നമ്മുടെ ആചാര്യന്മാരും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി ചൈതന്യ ചരിതാമൃതം എടുത്തു കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു എന്താണ് പറയുന്നത്? അവിടെ ചൈതന്യ മഹാപ്രഭു, കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയും നാമത്തെക്കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ശ്ലോകം അത് വേറെ ശാസ്ത്രത്തിൽ നിന്ന് വരുന്നതാണ്. ഹരേർ നാമ ഏവ ഹി കേവലം കലവും നാസ്തിയവ ഗതിരന്യത. കലിയുഗത്തിൽ ഹരിനാമം അല്ലാതെ വേറെ രക്ഷയില്ല എന്നുള്ളത് ശീലപ്രഭുപാദ് ഈ ശ്ലോകം പല സ്ഥലങ്ങളിൽ കോട്ട് ചെയ്തിട്ടുണ്ട്, ഹരിനാമ മഹാത്മ്യം കാണിച്ചു തരാൻ വേണ്ടി. പിന്നെ അതേപോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവും സനാതൻ ഗോസ്വാമിയും തമ്മിലുള്ള കോൺവെർസേഷനിലും അതേപോലെ ഒരുപാട് സെക്ഷനിൽ പറയുന്നുണ്ട് ഈ ഭക്തിയുത സേവനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏതാണെന്നുള്ളത്. അവിടെ പറയുന്നു, ഭജനേര സർവശ്രേഷ്ഠ നവവിധ ഭക്തി കൃഷ്ണദീത്തെ കൃഷ്ണതാരെ ധാരെ മഹാശക്തി. ഇപ്പോൾ മഹാപ്രഭു പറയുകയാണ്, ഭജനേര സർവശ്രേഷ്ഠ നവവിധ ഭക്തി. ഭക്തിയുത സേവനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം വർണ്ണാശ്രമധർമ്മത്തെക്കുറിച്ച് അതൊക്കെ പറഞ്ഞു അല്ലെ, പല രീതിയിൽ കർമ്മയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിലെല്ലാം വെച്ച് ഭജനേര സർവശ്രേഷ്ഠ നവവിധ ഭക്തി. നവവിധ ഭക്തി ഏതാണ്? ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഭജനേരവ സർവശ്രേഷ്ഠ നവവിധ ഭക്തി കൃഷ്ണദീത്തെ ധാരെ മഹാശക്തി. അതായത് ഈ നവവിധ ഭക്തിയിലൂടെ നമുക്ക് ഭഗവാനെ കിട്ടിയിരിക്കുന്ന കാര്യം ഉറപ്പാണ്. മഹാപ്രഭു പറയുന്നു ധാരെ മഹാശക്തി, ഒരുപാട് ശക്തിയുണ്ട് ഈ നവവിധ ഭക്തിക്ക്. എന്നിട്ട് അദ്ദേഹം പറയുന്നു അടുത്ത ശ്ലോകത്തിൽ, താരമധ്യേ സർവശ്രേഷ്ഠ നാമ സങ്കീർത്തൻ നിരപരാധേ നാമലോയെ പായ പ്രേമധൻ ജയ. താരമധ്യ സർവശ്രേഷ്ഠ. അപ്പോൾ നവവിധ ഭക്തിയാണ് ഭക്തിയുത സേവനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മഹാപ്രഭു പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, ഇനി നവവിധ ഭക്തിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ താരമധ്യേ, അതായത് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ താരമധ്യേ സർവശ്രേഷ്ഠ നാമസങ്കീർത്തനം, ഏറ്റവും പ്രധാനപ്പെട്ടത് നാമസങ്കീർത്തനമാണ്. നിരപരാധ നാമലയ പായ പ്രേമധൻ. നിരപരാധത്തോട്, അപരാധം ചെയ്യാതെ, നമ്മൾ 10 അപരാധങ്ങൾ അറിയാം, അത് അപരാധങ്ങളിലില്ലാതെ നമ്മൾ നാമം ചൊല്ലുകയാണെങ്കിൽ പായ പ്രേമധൻ, കൃഷ്ണപ്രേമം നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. മഹാപ്രഭുവിൻ്റെ വാക്കുകളാണ്, ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യമാണ്. ഹരിനാമത്തിന് അത്രമാത്രം ശക്തിയാണുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഒരു ചോദ്യം ഉള്ളിൽ വരരുത്. താരമധ്യ സർവശ്രേഷ്ഠ നാമസങ്കീർത്തൻ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ശ്രവണം എവിടെ പോയി എന്നുള്ളത്. ശ്രവണത്തെ നാമസങ്കീർത്തനത്തിൽ നിന്നോ നാമജപത്തിൽ നിന്നോ മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യമല്ല. ശ്രവണവും കീർത്തനവും ഒരുമിച്ച് പോകേണ്ടതാണ്. എങ്ങനെയാണോ രാധാകൃഷ്ണൻ ഒരുമിച്ച്? രാധാകൃഷ്ണ ഏക ആത്മ ദൂഹി ദേഹധാരി.
അന്യോന്യ വിലാസരസ ആസ്വാദനകരി. രാധ പൂർണ്ണ ശക്തി, കൃഷ്ണ പൂർണ്ണ ശക്തിമാൻ, ദുയി വസ്തു ഭേദനഹി ശാസ്ത്രേര പ്രമാൺ. രാധയും കൃഷ്ണൻ തമ്മിൽ വ്യത്യാസമില്ല, രണ്ടുപേരും ഒന്നാണ്, ഒരാത്മാവാണ്, മാറ്റി നിർത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് പറയുന്നത് പോലെയാണ് ശ്രവണവും കീർത്തനവും. ശ്രവണവും കീർത്തനവും ഒരേപോലെ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ അതും നമ്മൾ ഓർക്കണം. താരമധ്യ സർവശേഷ നാമസങ്കീർത്തനം പറഞ്ഞാൽ പോലും ആ നാമം നന്നാവണമെങ്കിൽ, കീർത്തനം നന്നാവണമെങ്കിൽ ശ്രവണം അത്യാവശ്യമാണ്. ശ്രവണം അത്യാവശ്യമാണ്. ഇതെല്ലാം നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് പഠിക്കാൻ ഇനിയും പറയാം, ഇനിയും നമുക്ക് ചർച്ച ചെയ്യാൻ ഒരുപാട് സാധിക്കും. ഹരിനാമ മഹാത്മ്യത്തെക്കുറിച്ച് ഇത്ര പറഞ്ഞാലും തീരില്ല. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചു. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇന്ന് നിർത്തുന്നു. അടുത്ത ശ്ലോകം നമ്മൾ നാളെ നോക്കാം, ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जाय, जगत गुरु शीला प्रभुपाद की जाय, समवेत गौर भक्त वृंद की जाय, गौड़ीय गुरु वृंद की जाय, इस्कॉन गुरु वृंद की जाय, श्री चैतन्य महाप्रभु की जाय, श्री वृंदावन धाम की जाय. जय जय श्री राधे श्याम. പ്രഭുജി, ഞാനൊരു നാമാപരാധ സ്റ്റേജ്, നാമാപഹാസ സ്റ്റേജ്, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, അത് പറഞ്ഞെന്നെ പ്രഭു. ശുദ്ധനാം. താങ്ക് യു. ഹരേ കൃഷ്ണ. നാളെ കുറച്ച് നേരത്തെ ആയിരിക്കും. ഹരേ കൃഷ്ണ 8 മണിക്ക് അല്ലെ പ്രഭു? 8 മണിയല്ലേ? നാളത്തെ ക്ലാസ് ഒരു അരമണിക്കൂർ നേരത്തെ ആയിരിക്കും. നാളെ ദാമോദര മാസം, കാർത്തിക മാസത്തെ അവസാനത്തെ ദിവസമായതുകൊണ്ട് കുറച്ച് സേവനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അരമണിക്കൂർ നേരത്തെ ആയിരിക്കും. 8:30 എന്നുള്ളത് 8 മണിക്കായിരിക്കും. എനിക്ക് ലിങ്ക് ഇങ്ങോട്ട് ഇട്ട് തരുമോ? എനിക്ക് നേരിട്ട് ലിങ്ക് കിട്ടുന്നില്ല. ഞാൻ അമ്പയ ചേച്ചിയുടെ നിന്നാണ് എനിക്ക് ലിങ്ക് കിട്ടുന്നത്. എനിക്കൊന്ന് അയച്ചു തരുമോ പ്രഭു? അയച്ചു തരാം. ആ ലിങ്കിനകത്തുള്ള ആ മെസ്സേജിനകത്ത് ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്. അവസാനം 16-108 അവസാനിക്കുന്ന നമ്പറുണ്ട്. അത് ആദികർത്ത പ്രഭുവിൻ്റെ നമ്പറാണ്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, ഗ്രൂപ്പിലേക്ക് ആഡ് ആവും. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണൻ പ്രഭു. നാമ അപരാധം രണ്ടാമത്തെ എന്തോന്ന്? നാമാഭാസം. ആഭാസ്. ഹരേ കൃഷ്ണ. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു. എല്ലാരും വരിക. പ്രഭുജിയോട് ആദരപൂർവ്വം 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയാം, മുടങ്ങാതെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ. പ്രഭു കൃഷ്ണ മാക്സിമം ചോദ്യം ഉണ്ടോ? ഹാൻഡ് റൈസ് പ്രഭുജി, നാളെ എപ്പോഴാണ് നമ്മള് ഭീഷ്മ പഞ്ചകം അവസാനിപ്പിക്കണ്ടേ? സന്ധ്യക്ക് ശേഷം. ഹരേ കൃഷ്ണ. ഭീഷ്മ പഞ്ചകം. ധനലക്ഷ്മി മാതാജിക്ക് ചോദ്യമാണോ? ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ല. മ്യൂട്ടാണ്. ഞാൻ ഇന്ന് 49 മാല ജപിച്ചു പ്രഭുജി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ സാമർത്ഥ്യമല്ല, 49 മാല ജപിക്കാൻ പറ്റി ഇന്നത്തെ ദിവസം എനിക്ക്. അപ്പൊ അന്ന് തന്നെ പ്രഭുജി അതിനെപ്പറ്റി എനിക്ക് പറഞ്ഞു തന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. എല്ലാ ദിവസവും മാതാജിക്ക് ജപിക്കാൻ സാധിക്കട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇത്ര തന്നെ. ഭഗവാൻ പിന്നെ വേറെ എന്ത് വേണം ചെയ്യാൻ? എല്ലാം അതിൽ ഉണ്ട്. സാധാരണ 16 ജപിക്കും, പിന്നെ 21 വരെ ജപിക്കും. പക്ഷെ ഇന്നിപ്പോ ലാസ്റ്റ് 2 ദിവസമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചെയ്യാന്ന് വിചാരിച്ചു. 51 മാല വരെ ചെയ്യണം എന്നാണ്. ഇപ്പൊ 2 മാലയും കൂടെ മിച്ചമുണ്ട് ഇന്നത് ചെയ്യാൻ. 51 എന്തിനു നിർത്തണം? 64 ചെയ്യൂ. ഹരേ കൃഷ്ണ. ശരി. ഭഗവാൻ ഹരേ കൃഷ്ണ പ്രഭു. യെസ് മാതാജി പറയൂ. നമുക്ക് ഈ നാമജപത്തിൽ കുറച്ചുകൂടിയൊക്കെ കോൺസെൻട്രേഷൻ കിട്ടാൻ എന്താ ചെയ്യാ? കോൺസെൻട്രേഷൻ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും ഉള്ളത്. നമ്മളെല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഒരു സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ തന്നെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു.
നമ്മളെപ്പോഴും പറയുന്ന പോലെ ശ്രവണം ആവശ്യമാണ്. ഭഗവാനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കണം. കാര്യം കേൾക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആ ഒരു ചിന്തകളും കാര്യങ്ങളും ഭഗവാന്റെ ലീലകളും അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർമ്മ വരികയുള്ളൂ. ഇപ്പം നാമം ചൊല്ലാനിരിക്കുന്ന സമയത്തും ഓർമ്മ വരണമെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് കേൾക്കണ്ടേ. കൂടുതൽ കേൾക്കുക എന്നുള്ളത് ശ്രവണം വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ നാമം ചൊല്ലാനിരിക്കുന്ന 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ സമയം, ആ സമയം അവിടെ ഇരിക്കുന്നു. ബാക്കിയുള്ള സമയത്ത് നമ്മൾ 22 മണിക്കൂർ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ നാമജപത്തിൻ്റെ ക്വാളിറ്റി. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ചർച്ചകൾ ഉണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ഭഗവാനിൽ നിന്ന് മാറിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ TV ആണെങ്കിലും സിനിമയാണെങ്കിലും ഇതൊക്കെ ഭഗവാനിൽ നിന്ന് മാറിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം കോൺഷ്യസ്നെസ്സിനെ എഫക്റ്റ് ചെയ്യും ജപിക്കാനിരിക്കുമ്പോൾ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് 2 മണിക്കൂർ നമ്മൾ നാമം ജപിക്കുന്നുണ്ടെങ്കിൽ 22 മണിക്കൂർ നമ്മൾ എങ്ങനെ ചിലവഴിക്കുന്നു എന്നുള്ളതിനെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കണം നമ്മുടെ ദിനചര്യ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ സാധിക്കും നാമത്തിൽ. ഓക്കെ, ഹരേ കൃഷ്ണ. എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പ്രഭുജി പ്രസ്ഥാനത്ത് വന്നതിന് ശേഷം. സംശയം വേണ്ട കാര്യം, അതിനുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോഗ്രാം പ്രഭുപാദ് ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. കാലത്ത് മുതൽ തുടങ്ങുമായി, കാലത്ത് മുതൽ മംഗളാരതി മുതൽ രാത്രി കിടക്കുന്നവരെ എല്ലാം ഒരു ചിട്ടയോട് കൂടി പ്രഭുപാദ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ഫോളോ ചെയ്താൽ മാത്രം മതി, ഭഗവാന്റെ കൃപയുണ്ടാവും. ഓക്കെ, ശരി. അപ്പോൾ എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ നാളെ 1/2 മണിക്കൂർ നേരത്തെയാണ്, അത് അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അടുത്ത ആഴ്ച മുതൽ പഴയ പോലെ സമയം തന്നെയാണ്. ഓക്കെ, സോ താങ്ക് യു. കൃഷ്ണ